Next topic is Slater type orbitals and Gaussian type orbitals. Slater type orbitals are denoted as STOs and Gaussian type orbitals are denoted as GTOs. First we goes to Slater type orbitals. In the case of Slater type orbitals, it is a mathematical function to describe the wave function of an electron in atom which is rigorously correct for atoms with one electron. Slater type orbital is a mathematical function to describe the wave function of an electron in atom which is rigorously correct for atoms with one electron. So these STOs are very difficult to solve because of mathematical complexity. അപ്പോൾ നമ്മൾ ഒരു വൺ ഇലക്ട്രോൺ സിസ്റ്റത്തിന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേവ് ഫംഗ്ഷനാണ്, അതായത് വൺ ഇലക്ട്രോൺ സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷനെയാണെന്ന് പറയുന്നത് സ്ലേറ്റർ ടൈപ്പ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ STOs സോൾവ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ് ബിക്കോസ് ഓഫ് മാത്തമാറ്റിക്കൽ കോംപ്ലക്സിറ്റി. അപ്പോൾ അത്രയും കോംപ്ലക്സിറ്റി ആണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അപ്പം എന്താണ്, പണ്ട് കാലത്ത് നമ്മൾ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഹൈഡ്രജൻ ലൈക്ക് ഓർബിറ്റൽസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് അപ്രോക്സിമേഷൻസൊക്കെ ചെയ്തു. അപ്രോക്സിമേഷൻസ് ചെയ്യുമ്പോൾ അതിൽ എറേഴ്സ് വരും. അപ്പോൾ ആ എറേഴ്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഹാർട്രി-ഫോക്ക് മെത്തേഡിൽ നമ്മൾ STO സ്ലേറ്റർ ടൈപ്പ് ഓർബിറ്റൽസ് യൂസ് ചെയ്തു. അങ്ങനെയാണ് സ്ലേറ്റർ ടൈപ്പ് ഓർബിറ്റൽസ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അവിടെയുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ, ഇൻ്റഗ്രേഷൻ്റെ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് STOസിനെന്ത് അത്ര അഡ്വാൻറ്റേജ് ഇല്ല എന്ന് പറയാൻ കാരണം. ഓക്കെ, in earlier days STOs are used as basis functions as they are similar to eigen functions of hydrogen atoms. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ eigen ഫംഗ്ഷൻ്റെ അതേപോലെ തന്നെയാണ് STOസും വരുന്നത്. ഓക്കെ, അപ്പോൾ STO എങ്ങനെയാണ്, STOയുടെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ STOയുടെ ഡെഫിനിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. STO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വേവ് ഫംഗ്ഷൻ ഓർ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ psi n l m l. ഇവിടെ ഞാൻ ML കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് ക്യാപിറ്റൽ M ആണ്. നിങ്ങൾ നേരത്തെ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഓക്കെ, അതാണ് ML എന്ന് കൊടുത്തിട്ടുള്ളത്. ആ ക്യാപിറ്റൽ എമ്മിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് ML വാല്യൂസിനാണല്ലോ. ഓക്കെ, അപ്പോൾ N എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, L എന്ന് പറഞ്ഞാൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഓർ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ, ML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഓക്കെ, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് r theta phi ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു r raised to n effective minus 1 into e raised to minus z effective divided by n effective into rho into y l m l theta phi. അത് y theta phi. y depends on l and ml and y is a function of theta and phi. അപ്പോൾ ഇതാണ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇത് പല ടെക്സ്റ്റ് ബുക്കിലും പല രീതിയിലാവും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ n എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് y l m l theta phi എന്നാണ് നോക്കാം. y l m l theta phi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംഗുലാർ പാർട്ട് അല്ലെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സ്ഫെറിക്കൽ ഹാർമോണിക്സ്. നമ്മൾ പഠിച്ചതാണ് സ്ഫെറിക്കൽ ഹാർമോണിക്സ്. ഓക്കെ, അതിൽ റോ എന്ന് പറയുന്നത് റോ ഈസ് ഈക്വൽ ടു r/a0 ആണ്. ഇവിടെ കൊടുത്തിട്ടുള്ള റോ എന്ന് പറയുന്നത് r/a0 ആണ്. ഓക്കെ, ദെൻ n എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. അത് ചില ടെക്സ്റ്റ് ബുക്കിൽ n' എന്ന് കൊടുത്തിട്ടുണ്ടാവും, n'. അപ്പോൾ n' എന്ന് പറഞ്ഞാൽ n എഫക്റ്റീവ് ദാറ്റ് ഈസ് ദ എഫക്റ്റീവ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ട്രൂ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പോൾ n-ഉം n എഫക്റ്റീവും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇതൊരു സ്ലേറ്റർ റൂൾസ് ആണ്. സ്ലേറ്റർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് സ്ലേറ്റർ ടൈപ്പ് ഓർബിറ്റൽസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള റൂൾസാണ് സ്ലേറ്റർ റൂൾസ് എന്ന് പറയുന്നത്. അതിൽ പറയുന്നതാണ് ഇത്, അതായത് n-ഉം n എഫക്റ്റീവും, n പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആണെങ്കിൽ 1 ആണ്, 2 ആണെങ്കിൽ 2 ആണ്, 3 ആണെങ്കിൽ n എഫക്റ്റീവ് 3 ആണ്. ബട്ട് 4 ആകുമ്പോൾ ദാറ്റ് ഡിക്രീസസ് ടു 3.7. 5 ആണെങ്കിൽ 4 ആയിരിക്കും, 6 ആണെങ്കിൽ 4.2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹയർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിലോട്ട് പോകും തോറും എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യും, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n എഫക്റ്റീവ് വാല്യൂ കുറഞ്ഞു വരും. ഓക്കെ, ദെൻ ഒരു ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്, അനദർ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്
STO is that ns orbitals with n greater than 1 have zero amplitude at the nucleus. n greater than 1 ആണെങ്കിൽ ഓർബിറ്റൽസിന് എന്തായിരിക്കും, ന്യൂക്ലിയസിൽ സീറോ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. അതാണ് ഒരു ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ബാക്കിയുള്ള ടേംസ് നമ്മൾ പറഞ്ഞു. റോ പറഞ്ഞു. സെഡ് എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജാണ്. അതെന്ന് പറഞ്ഞാൽ സെഡ് പ്രൈം, നമ്മൾ സെഡ് പ്രൈം എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെഡ് പ്രൈം അല്ലെങ്കിൽ സെഡ് എഫക്റ്റീവ് അല്ലെങ്കിൽ സെഡ് ഡാഷ്, അതാണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഓക്കെ. ദെൻ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഈസ് നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ്. n is the normalization constant. Okay. Then ഇവിടെ the set of STOs with all permitted integral values of n, l and ml and all positive values of the orbital exponent. Orbital exponent എന്ന് പറഞ്ഞാൽ സീറ്റ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. Orbital exponent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the parameters that occurs in the radial part of the STO. Orbital exponent is the parameters that occurs in the radial part of the STO. That is psi is proportional to e raised to minus theta r ആണ്. അതായത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് എന്ത്, ഇതാണ് റേഡിയൽ പാർട്ട്. അപ്പോൾ രണ്ട് പാർട്ടാണുള്ളത്. ഒരെണ്ണം നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ്, പിന്നെ ആർ എൻ എഫക്റ്റീവ് ആർ റേസ് ടു എൻ എഫക്റ്റീവ് മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു ദിസ് ടേം, ഇതാണ് റേഡിയൽ പാർട്ട്. ദെൻ വൈ എൽ എം എൽ തീറ്റ ഫൈ എന്ന് പറയുന്നത് ആംഗുലാർ പാർട്ടാണ്. അപ്പോൾ ഈ റേഡിയൽ പാർട്ടിലുള്ള ഈ ഇവിടെയാണ് എന്ത് കൊടുക്കുക, റോ ഇസ് ഈക്വൽ ടു ആർ ബൈ എ സീറോ ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് സീറ്റ ആർ എന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ സീറ്റ എന്ന് പറയുന്നത് പാരാമീറ്റർ ആണെന്ന് പറഞ്ഞു. അതായത് മൈനസ് സെഡ് എഫക്റ്റീവ് ഡിവൈഡഡ് ബൈ എൻ എഫക്റ്റീവ് ഇൻറ്റു എ സീറോ ആണെന്ന് പറയുക സീറ്റ എന്ന് പറയുന്നത്. ചില ടെക്സ്റ്റ് ബുക്കിൽ മൈനസ് സെഡ് എഫക്റ്റീവ് ഡിവൈഡ് ബൈ എൻ എഫക്റ്റീവ് ഇൻറ്റു റോക്ക് പകരം ഇ റേസ് ടു മൈനസ് സീറ്റ ആർ എന്ന് കൊടുക്കാറുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാലും കറക്റ്റാണ് ഇക്വേഷൻ. ഓക്കെ. അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിന് എക്സ്പാൻഷൻ കൊടുത്തു എന്നുള്ളൂ. ഏത് കൊടുത്തു കഴിഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ സൈ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ റേസ് ടു മൈനസ് സീറ്റ ആർ ആണ്. ഫോം എ കംപ്ലീറ്റ് സെറ്റ്. In practice, only a small number of all possible functions are used. The best values of theta are determined by fitting STOs to the numerically computed atomic wave function. For atomic self-consistent field calculations, STO basis functions are centered on atomic nucleus. നമ്മൾ ആറ്റത്തിൻ്റെ SCF കാൽക്കുലേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ് യൂസ് ചെയ്യുക, STO basis functions are centered on atomic nucleus ആയിരിക്കും. Then diatomic and polyatomic species ആണെങ്കിൽ STOs are centered on each of the atoms. ഓരോ ആറ്റത്തിലും സെൻറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും STOs ഉണ്ടായിരിക്കും. പക്ഷേ ഹാർട്ടി-ഫോക്ക് സെൽഫ് കൺസിസ്റ്റൻറ്റ് ഫീൽഡ് കാൽക്കുലേഷൻ ഓൺ മോളിക്യൂൾസ് വിത്ത് 3 or more atoms, the evaluation of all the 2 electron integrals are impractical. Okay. നമ്മൾ ഹാർട്ടി-ഫോക്ക് സെൽഫ് കൺസിസ്റ്റൻറ്റ് ഫീൽഡിൽ മെനി ഇലക്ട്രോൺ സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ ഡയറ്റോമിക് ആറ്റംസും ഡയറ്റോമിക് സ്പീഷീസും അതുപോലെ പോളിയാറ്റോമിക് സ്പീഷീസും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പക്ഷേ മോളിക്യൂൾസ് വിത്ത് 3 or more atoms ഉണ്ടെങ്കിൽ ദ ഇവാലുവേഷൻ ഓഫ് ഓൾ ദ 2 electron integrals ആർ ഇംപ്രാക്ടിക്കൽ. അപ്പോൾ ഈ ഡബിൾ ഇൻ്റഗ്രലിൻ്റെ കാൽക്കുലേഷൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ STOസിന് പകരം GTOs, അതായത് ഗോഷ്യൻ ടൈപ്പ് ഓർബിറ്റൽസ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്താണ് ഗോഷ്യൻ ടൈപ്പ് ഓർബിറ്റൽസ് എന്ന് നോക്കാം. ഈ ഗോഷ്യൻ ടൈപ്പ് ഓർബിറ്റൽസ് കണ്ടുപിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് SF ബോയ്സ് ആണ്. SF ബോയ്സ്. ഓക്കെ. അപ്പോൾ എന്തിനാണ് ഗോഷ്യൻ ടൈപ്പ് ഓർബിറ്റൽസ് കണ്ടുപിടിച്ചിട്ടുള്ളത്? To make the calculation with the STOs more easier, a number of GTOs are used in place of STOs. ഒരു STOസിൻ്റെ പ്ലേസിൽ കുറേ നമ്പർ ഓഫ് GTOs യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാൽക്കുലേഷൻസ് എന്ത് ചെയ്യും, കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് മാറും. ഓക്കെ. അതായത് ഡബിൾ ഇൻ്റഗ്രലിൻ്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ 2 electron ഇൻ്റഗ്രലിൻ്റെ കാൽക്കുലേഷൻ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ GTO കൊടുക്കുന്നത്. പക്ഷേ ആക്യുറസി നോക്കുകയാണെങ്കിൽ ആക്യുറസി ഓഫ് 1 GTO ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് വിത്ത് STO.
ഒരു എസ് ടി ഒനെക്കാട്ടിലും ആക്യുറസി കുറവാണ് 1 GTOക്ക്. അപ്പോൾ ആക്യുറസി കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വി ഹാവ് ടു യൂസ് സെവറൽ GTOs ഫോർ എ സിംഗിൾ STO. ഒരു സ്ലാറ്റർ ടൈപ്പ് ഓർബിറ്റൽസിന് പകരം അവിടെ കുറേ എന്താ ചെയ്യേണ്ടി വരും? മെനി നമ്പർ ഓഫ് ഗോസിയൻ ടൈപ്പ് ഓർബിറ്റൽസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ, കൂടുതൽ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, ഇറ്ററേറ്റീവ് പ്രൊസീജിയർ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇറ്ററേറ്റീവ് പ്രൊസീജിയർ കൂടുതൽ സമയം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആക്യുറസി കൂടത്തുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ എടുക്കുന്ന വേവ് ഫംഗ്ഷൻ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ STOs ഒരു പ്രാവശ്യം എടുത്ത് ചെയ്താൽ അത്ര ആക്യുറസി കിട്ടത്തില്ല ഒരു GTO കൊടുത്ത് ചെയ്യുമ്പോൾ. GTO എന്ന് പറഞ്ഞാൽ ഗോസിയൻ ടൈപ്പ് ഫംഗ്ഷനാണ്, അതായത് ഒരു വേവ് ഫംഗ്ഷൻ പോലെ തന്നെയാണത്. വേവ് ഫംഗ്ഷന് പകരം മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണെന്ന് വ്യത്യാസമുള്ളൂ. ഓക്കെ, വേവ് ഫംഗ്ഷനും മാത്തമാറ്റിക്കൽ ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ വേവ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായെന്ന് തന്നെ. ഓക്കെ, പക്ഷേ എല്ലാ പ്രോപ്പർട്ടീസും ചിലപ്പോൾ ഈ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഒബേ ചെയ്യണമെന്നില്ല. അതാണ് നമ്മൾ അപ്രോക്സിമേഷനിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ആക്യുറസി കുറവായതുകൊണ്ട് എന്ത് ചെയ്യും? ഒരു GTO കൊടുത്തിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യും, ദെൻ വീണ്ടും അടുത്ത GTO കൊടുക്കും. അങ്ങനെ കുറേ പ്രാവശ്യം ഇത് ഇറ്ററേറ്റീവ് പ്രൊസീജിയർ ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ആക്യുറസി കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പോൾ GTOs are simple mathematical functions to mimic an STO. Evaluation of GTO is comparatively easier than STO, but far inferior to STO. GTO യൂസ് ചെയ്യാൻ കാരണം ആക്യുറസി കുറവാണെങ്കിലും എന്താണ്? ഇവാലുവേഷൻ ഓഫ് GTO ഈസ് വെരി ഈസിയർ, കമ്പാരറ്റീവ്ലി ഈസിയർ ആണ്. അപ്പോൾ GTO എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? GTO GABC, ഗോസിയൻ ടൈപ്പ് ഓർബിറ്റൽ ABC is equal to NXA YAB YA raised to B ZA raised to C into E raised to minus alpha R A square. N into XA raised to A YA raised to B ZA raised to C into E raised to minus alpha R A square ആണ്. ഇവിടെ ABC എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ ABC എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. ദെൻ N എന്ന് പറഞ്ഞാൽ നോർമലൈസേഷൻ കോൺസ്റ്റൻ്റ് ആണ്. നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: 2 alpha by pi all raised to 3/4 8 alpha A plus B plus C A factorial B factorial C factorial divided by 2 A factorial into 2B factorial into 2C factorial all raised to 1/2. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് ഗോസിയൻ ഓർബിറ്റൽ എക്സ്പോണൻ്റ് ആണ്. ആൽഫ ഈസ് എ ഗോസിയൻ ഓർബിറ്റൽ എക്സ്പോണൻ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് ഓർബിറ്റൽ എക്സ്പോണൻ്റ് എന്നൊക്കെ പറയും. ദെൻ XA YA ZA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് വിത്ത് ഒറിജിൻ അറ്റ് ന്യൂക്ലിയസ് A. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ് XA YA ZA എന്ന് പറയുന്നത്. അത് ന്യൂക്ലിയസ് A ആയതുകൊണ്ടാണ് A എന്ന് കൊടുത്തിട്ടുള്ളത്. ആ ലെറ്ററിന് അത്ര എക്ക് പകരം നമുക്ക് വേറെ ഏതെങ്കിലും കൊടുക്കാം. B ആണെങ്കിൽ B കൊടുക്കാം, കുഴപ്പമില്ല. അതുപോലെ ABCക്ക് പകരം IJK കൊടുക്കാം. ഓക്കെ, അതൊക്കെ എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്താൽ മതി. എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്? നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്, ഏത് ലെറ്റർ ആണെങ്കിലും കൊടുക്കാം. ദെൻ RA ഈസ് ദ ഡിസ്റ്റൻസ് ന്യൂക്ലിയസ് ടു A. RA ഈസ് ദ ഡിസ്റ്റൻസ്, അതാണ് ഡിസ്റ്റൻസ് ആണ്, ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആണ്, ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ന് പറയുന്നത് RA എന്ന് പറയുന്നത്. RA ഈസ് ഈക്വൽ ടു √XA സ്ക്വയർ പ്ലസ് YA സ്ക്വയർ പ്ലസ് ZA സ്ക്വയർ ഓൾ റേസ്ഡ് 1/2. ഇവിടെ പ്ലസ് ഉണ്ട് കേട്ടോ. ഓക്കെ, XA സ്ക്വയർ പ്ലസ് YA സ്ക്വയർ പ്ലസ് ZA സ്ക്വയർ ഓൾ റേസ്ഡ് 1/2 കറക്റ്റ് ചെയ്യണേ.